മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഇഞ്ചി ജ്യൂസ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ മുടി വേണമെന്നുള്ളവർക്കാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇഞ്ചി നമുക്കറിയാം, ഇഞ്ചിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫാറ്റി ആസിഡൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ നല്ല സ്ട്രെങ്തനിങ് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെയർ നല്ല വോളിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമുക്കുണ്ടാകുന്ന ഡാൻഡ്രഫൊക്കെ ഉണ്ടല്ലോ, ഡാൻഡ്രഫൊക്കെ കുറയാനായിട്ടാണെങ്കിലും ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയറൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി കഷ്ണം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ കറക്റ്റ് എക്സ്ട്രാക്റ്റ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗിലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യണത്. രാവിലെ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് അരമണിക്കൂർ ഒന്ന് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂർ സ്കാൽപ്പിൽ തന്നെ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു 6-7 ഡ്രോപ്സ് ഹെയർ ഓയിൽ, നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ പോലും ഹെയർ ഓയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ കാച്ചി എണ്ണയാണ് കേട്ടോ ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മോർണിംഗിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും മുടി കൊഴിച്ചിൽ, പിന്നെ മുടിക്ക് വോളിയില്ല, തിക്നെസ് കുറവ്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. ഹെയർ നല്ല തിക്കായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇതേപോലെ മുടി ഓരോ ലെയറായിട്ട് മാറ്റിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാ ദിവസവും മോർണിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല എഫക്റ്റീവാണ് കേട്ടോ. മുടി കൊഴിച്ചിലും ഡാൻഡ്രഫ് എല്ലാം നന്നായിട്ട് തന്നെ മാറും കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ 1 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. പിന്നെ മുടി കൊഴിച്ചിലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബായ്.